നമ്മുടെ ഈ യാത്രക്കിടയിൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബോർഡ് കാണാറുണ്ടെങ്കിലും കയറാറില്ല, എന്താണ് സംഭവം എന്ന് നോക്കാറില്ല. എന്നാൽ ഇപ്രാവശ്യം ഇത് കണ്ടപ്പോൾ എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ നമ്മുടെ കോഴിത്തുരുത്ത് എന്നാണ് ആ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട് അതിനടുത്തായിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ റിവേറിയ, അതായത് ഷെൽ റിവേറിയ എന്ന് പറയുന്ന ഈ സ്പോട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് ഉള്ളത്. അപ്പോൾ അതിനോടടുത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടേണിങ് കഴിയുമ്പോഴാണ് ഈ റിവേറി എന്ന് പറയുന്ന ഈ സ്പോട്ട് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ രണ്ട് സൈഡുകളിലായിട്ട് ഇതേപോലെയുള്ള ചാലുകൾ, അതായത് നല്ല ഫോഴ്സിൽ ഒഴുകുന്ന ചാലുകൾ നമുക്ക് കാണാം. നമ്മുടെ അതിരപ്പള്ളിയിലെ വാട്ടർഫോൾസൊക്കെ കാണുന്നത് പോലെ, അതായത് താഴത്തു കൂടിയുള്ള ആ ഒരു വ്യൂ പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് കേട്ടോ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷെൽ റിവേറി എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഒരു മുന്നറിയിപ്പ്, അതിലിറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ഫ്ലെക്സ് അവിടെ കെട്ടിയിട്ടുണ്ട്. അത് കെട്ടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുൻ വർഷങ്ങളിലായിട്ട് ഇവിടെ, അതായത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്, ഒരു മണൽത്തിട്ടയാണ് അതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു മണൽത്തിട്ടയാണ്. അതായത് നമ്മുടെ ആ പുഴേനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അത്രയും മണൽ കെട്ടി, അതായത് നമുക്ക് ആ ഒരു റിവറിനെ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ രീതിയിൽ അതേപോലെ മണൽത്തിട്ട പണിത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഭാഗത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയായിരുന്നു ആളുകൾ ഇതിന് മുൻപ് വന്നിരുന്നതെന്നാണ് നമുക്കതറിയാൻ പറ്റിയത്. അവിടെ ഒരു ആളെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിന് മുൻപ് അത്യാവശ്യം ആളുകളൊക്കെ വരികയും അതേപോലെ അവിടെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അതിനിടയിൽ 1-2 ആക്സിഡൻറ്റ് ഉണ്ടായി, 1-2 പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെയാണ് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് എഴുതി വെക്കുകയും ആരും തന്നെ നമ്മുടെ അതിലേക്ക് ഇറങ്ങാനായിട്ട് അവർ പെർമിഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആ ഭാഗത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നല്ലൊരു വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കവിടെ നിന്നാൽ കാണുന്നത്. ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാനായാലും. അതേപോലെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ ആമ്പലും അതുപോലെ കുറച്ച് ഇരിക്കാനുള്ള ചെറിയ സ്പോട്ടൊക്കെ ആയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഒച്ചപ്പാടുണ്ടാക്കി എടുത്ത നാട്ടുകാരായി പിന്നെ മണ്ണും പുറത്ത് അല്ലാതെ ആളുകൾ റെസ്റ്റിന് വേണ്ടി വരും. മണ്ണില്ല പറഞ്ഞ കാണുന്നത് കുടിക്കാൻ മണ്ണെന്ന് പറയും. നീന്തലറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇത് ആർക്കെങ്കിലും പരിചയക്കുറവുള്ളൊരു കൈമ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആളും പോവും. എവിടെ ജോലി ചെയ്യണം? ഞാൻ സൗദിയിൽ. ഇടയ്ക്ക് ഇതിലേക്ക് പോകുമ്പോൾ കാണും ഈ സാധനം. അതിന് സംഭവം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ പുഴയിൽ പരിചയം ഉണ്ടെങ്കിലും ഈ നമ്മൾക്ക് രക്ഷിച്ചു വിടാതല്ലേ, എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ പുഴയ്ക്ക്. ആ സൈഡാണല്ലേ ഭയങ്കര മൊത്തം ഉണ്ടല്ലോ.
അവൻ ഇനി ഇറക്കണ്ട, അവൻ ഇറക്കും പിന്നെയും മണ്ണാക്കും പിന്നെയും ഇറങ്ങും. ഞാൻ ഇറങ്ങണ്ടാട്ടാ. പോയിടുന്ന ആ ശരി. ഇവിടെ നീന്തേണ്ട ആവശ്യമില്ല. ആ ചുഴിയുണ്ട് അവിടെ, ചുഴി പോലെ ചുഴിക്ക് അങ്ങോട്ട് പോകും. ഫോഴ്സ് ഉണ്ടോ? പഠിച്ചോളൂ.